ഞാനൊരു പൃഥ്വിരാജ് ആരാധകനാണ്. പുള്ളി ആദ്യം ഒന്നും ഞാൻ എടുക്കുന്ന ഫോട്ടോസ് ആരാണ് എടുക്കുന്നതെന്ന് പുള്ളി പേരറിയായിരുന്നു, പക്ഷെ ആരാണ് എടുക്കുന്ന അറിയത്തില്ലായിരുന്നു. പിന്നെ പുള്ളിയായിട്ട് സംസാരിക്കാൻ പറ്റി. പുള്ളിക്ക് എൻ്റെ ഫോട്ടോ ഇഷ്ടപ്പെട്ടു. പുള്ളി സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്തു. ലാലേട്ടൻ്റെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ഞാൻ പുള്ളിയുടെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു. പുള്ളി നടന്നു വരുന്ന ഒരു എൻട്രി, അതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഫോട്ടോയാണ്. പുള്ളി എയർപോർട്ടിൽ വരുന്നതിന് മുന്നേ 8 മണിക്കൂറിന് മുന്നേ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ എടുത്തത്. അത് വിജയുടെ മാനേജർ കണ്ടു. പുള്ളി സ്റ്റോറി ഇട്ടു, ഈ വീഡിയോ കാണിച്ച് ഞാനാണ് ഈ വീഡിയോ എടുത്തത്. അങ്ങനെ പുള്ളിയുടെ മാനേജറുമായിട്ട് സംസാരിച്ച് പുള്ളി പറഞ്ഞ് ഇന്ന ദിവസം ഇന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പാളയം പള്ളിയിൽ ഒരു വീഡിയോ റീസെൻ്റ്ലി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ യേശു നിൽക്കുന്ന ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമയുടെ ബാക്ക്ഗ്രൗണ്ട് 3 വരുന്ന ഒരു സീനായിരുന്നു. എന്തോ ഭാഗ്യം ആ സമയത്ത് പോയപ്പോൾ അങ്ങനെ ഒരു വിഷ്വൽ കിട്ടി. ഭയങ്കരമായിരുന്നു. കറക്റ്റ് ജീസസിന്റെ ബാക്കിൽ 3 വരുന്നൊരു കറക്റ്റ് സർക്കിളിൽ വരുന്നൊരു ഇതാണ് കിട്ടിയത്. അത് പോസ്റ്റ് ചെയ്തപ്പം ആ വീഡിയോയുടെ കമന്റിൽ തന്നെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചത് എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. അപ്പുറത്തൊരു അമ്പലമുണ്ട്, ആ അമ്പലത്തിന്റെ വീഡിയോ താങ്കൾ എടുക്കാത്തത്. തിരുവനന്തപുരം പറയാനില്ല, കാരണം നമ്മൾ ജനിച്ച് വളർന്നതെല്ലാം തിരുവനന്തപുരം സിറ്റിയിലാണ്. അതുകൊണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ അതൊരു വല്ലാത്തൊരു ഫീലാണ്. ഒരു പിങ്ക് കളറിലുള്ള ഫ്ലവർ. അതെ, അത് ഒരു 2 വർഷത്തിന് മുന്നേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അത് വരുന്നില്ല. കഴിഞ്ഞ വർഷം ഞാൻ നോക്കിയായിരുന്നു എപ്പോഴാണ് ഇത് വരുന്നത്. ഇല്ല, വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ അപ്രതീക്ഷമായ ആ വഴി വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് ആ ഫ്ലവർ ഭയങ്കര ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. പൃഥ്വിരാജിനെ കാണുമ്പോഴും ലാലേട്ടനെ കാണുമ്പോഴും കിട്ടുന്നൊരു അവരെ വീഡിയോ എടുക്കുക എന്നുള്ളൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിലെടുത്ത വീഡിയോകളൊന്ന് ബാക്കിലോട്ട് നോക്കുമ്പോൾ എത്രയോ ഓർമ്മകൾ, അത് മറക്കാൻ പറ്റത്തില്ല. ലാലേട്ടൻ്റെ, കമലഹാസൻ, അങ്ങനെ ഇഷ്ടം, വിജയ്, സൂര്യ, ആ ഒരൊറ്റ ഫോണിലാണ് ഇത് ഒരുപാട്. ഇപ്പം റീസെൻ്റ്ലി എടുത്ത 2 വർഷത്തിലെടുത്ത ഒരു 90% വീഡിയോ ആ ഫോണിലാണ്. ഹായ്, ഹലോ, വെൽക്കം ടു ഇൻഫിൻ പ്ലസ്. സെലിബ്രിറ്റികളെയും സാധാരണക്കാരെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്, ശ്യാം. ശ്യാമിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം ശ്യാം. അപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ നമ്മളെ പ്രത്യേകിച്ചും തലസ്ഥാന നഗരിയിലെ ഓരോ ആൾക്കാരുടെയും മനസ്സിൽ പകർത്തിയ ഒരുപാട് ചിത്രങ്ങളുടെ ഒരു സൃഷ്ടാവാണ്. എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ലൈഫിനെ സംബന്ധിച്ച്? ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കലും പ്രതീക്ഷയില്ല എല്ലാവരുടെ ഇടയിലും എൻ്റെ ചിത്രങ്ങൾ ഇത്രയും എത്തിപ്പെടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. നോർമലി സാധാരണ എടുക്കുന്ന പോലെയാണ് എടുത്തത്. പിന്നെ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ എടുക്കുന്ന ഓരോ വീഡിയോയും എല്ലാവരും കൊള്ളാമെന്നൊക്കെ പറയുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നത് ആദ്യമായിട്ട്? ഇത് ഫസ്റ്റ് ഞാനൊരു പൃഥ്വിരാജ് ആരാധകനാണ്. അപ്പം പുള്ളിയുടെ ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു 2014 ആ സമയത്തിൽ ഞാനൊരു ക്യാമറ വാങ്ങിച്ചു. ഒരു ബേസ് ആയിട്ടുള്ള ഒരു ക്യാമറ ആയിരുന്നു. പുള്ളിയുടെ ഒരു ഫിലിമിൻ്റെ ഒരു ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ ക്യാമറയിലാണ് ഫോട്ടോ എടുത്തത്. അങ്ങനെയാണ് ഇതിലോട്ടൊരു തുടക്കവും. പുള്ളി സിനിമയിൽ കൈവച്ചതെല്ലാം പൊന്നായി മാറിയതുപോലെ പുള്ളിയുടെ ഫോട്ടോ എടുത്ത് തുടങ്ങിയതും വലിയൊരു അനുഗ്രഹമാണ്. ഉറപ്പായിട്ടും ഇപ്പോഴും പുള്ളിയുടെ ഫോട്ടോ എടുക്കുമ്പം കിട്ടുന്ന ഒരു സുഖം വേറെ ഒന്നിലും കിട്ടാറില്ല. അല്ല, അപ്പം എങ്ങനെയായിരുന്നു പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ? പിന്നീട് ഇപ്പോഴും പുള്ളി ആദ്യം ഒന്നും ഞാൻ എടുക്കുന്ന ഫോട്ടോസ് ആരാണ് എടുക്കുന്നതെന്ന് പുള്ളി പേരറിയായിരുന്നു, പക്ഷെ ആരാണ് എടുക്കുന്ന അറിയത്തില്ലായിരുന്നു. പിന്നെ പുള്ളിയായിട്ട് സംസാരിക്കാൻ പറ്റി. പുള്ളിക്ക് എൻ്റെ ഫോട്ടോ ഇഷ്ടപ്പെട്ടു. പുള്ളി സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്തു. ഒരുപാട് ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പിന്നീട് ആ ഒരു സൗഹൃദവും ഒരുപാട് നല്ലൊരു സൗഹൃദമായിട്ട് മാറി. ആരൊക്കെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിന്ന് ആരൊക്കെയായിരുന്നു നല്ല സപ്പോർട്ടേഴ്സ്? ആരൊക്കെയായിരുന്നു സെലിബ്രിറ്റികളുടെ ഭാഗത്ത്? സെലിബ്രിറ്റി ലാലേട്ടൻ്റെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ഞാൻ പുള്ളിയുടെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു. പുള്ളി നടന്നു വരുന്ന ഒരു എൻട്രി, അതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഫോട്ടോയാണ്. പുള്ളിക്ക് ആ ഒരു ഫോട്ടോ കാരണം എനിക്ക് പുള്ളിയെ നേരിട്ട് കാണാനും എല്ലാം പറ്റി. അങ്ങനെ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് ലാലേട്ടൻ ഒരുപാട് ഞാൻ എടുത്ത ഒരു 4-5 ഫോട്ടോസ് പുള്ളിയുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര, ആ സമയത്തൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു. ലാലേട്ടനെ ആദ്യമായി കണ്ടൊരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അതൊരു കാസനോവയുടെ ഒരു ഈവന്റ് 2012 ആ സമയത്താണ് ആദ്യമായിട്ട് പുള്ളിയെ കാണുന്നത്. അപ്പോഴൊന്നും ഞാൻ മൊബൈലിൽ എടുത്തൊരു ഫോട്ടോ ഉണ്ട്. ആ സമയത്ത് 2012 മൊബൈലിൽ എടുത്തൊരു ഫോട്ടോ. ഇപ്പോഴെൻ്റെ ഇത് ഫേസ്ബുക്കിൽ അതുണ്ട്. പക്ഷെ ആ സമയത്തും നമുക്കറിയത്തില്ലല്ലോ പുള്ളി ഇങ്ങനെ കാണാൻ പറ്റും. അത് ദൂരെ നിന്നിട്ടാണ് എടുത്തത്. അപ്പം ഇങ്ങനെ കാണാൻ പറ്റും, പുള്ളിയെ പോയി അടുത്ത് പോയി സംസാരിക്കാൻ പറ്റും ഒന്നും ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ അതൊക്കെ നടന്നു. സംസാരിച്ച് തുടങ്ങി. ആദ്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഒരു ഇൻട്രാക്ഷൻ? എങ്ങനെയായിരുന്നു?
അയ്യോ ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം പുള്ളിയുടെ അടുത്ത് ഓൾറെഡി പെർമിഷൻ മേടിച്ചിട്ടാണ് പോകുന്നത്. പുള്ളി വരാൻ പറഞ്ഞു, ഇന്ന ഡേറ്റിന് ഇവിടെ ഇന്ന സ്ഥലത്തുണ്ട്, അപ്പം അവിടെ ഒന്ന് കാണാന്ന് പറഞ്ഞു. അങ്ങനെ പോയി കാണുന്നതാണ്. അപ്പം ഭയങ്കര പുള്ളി എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ആ ഫോട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോയാണ്. അന്നൊരു പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു, ലാലേട്ടൻ വരുന്നതിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒരു ഫോട്ടോ ഭയങ്കരമായിട്ട് കത്തിക്കയറി. എല്ലാവരും ഭയങ്കര സ്റ്റാറ്റസ് ഒക്കെ ഇട്ടൊരു ഫോട്ടോയാണ്. ആ ഫോട്ടോയിലാണ് ലാലേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിനുശേഷം ഒരുപാട് ലാലേട്ടൻ്റെ ഫോട്ടോകൾ ലാലേട്ടൻ പറഞ്ഞിട്ടല്ല, അല്ലാതെ എൻ്റെ ഇതിൽ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പുള്ളിക്കാരൻ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. നല്ല സപ്പോർട്ടായിരുന്നു. അതെ അതെ, ഉറപ്പ്. വീട്ടിൽ നിന്നൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് ഉറപ്പ്. ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ഇതിൽ ഇത്രയും ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. വൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. നല്ല രീതിയിൽ എല്ലാ രീതിയിലും വൈഫ് ഭയങ്കര സപ്പോർട്ടാണ്. ഈ രംഗത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു വളരെ ആക്റ്റീവായി തുടങ്ങിയിട്ട് എത്ര? സോഷ്യൽ മീഡിയയിൽ ഏകദേശം ഒരു 10-12 2010 തൊട്ടും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷെ ആൾക്കാർ കുറച്ചും കൂടി ഒന്ന് തിരിച്ചറിഞ്ഞത് ഒരു റീസെൻ്റ്ലി ഒരു 3 വർഷത്തിന് മുന്നെയാണ്. അത് റീൽസ് എന്നുള്ളൊരു ഫോർമാറ്റിൽ വന്നപ്പോഴാണ് ആൾക്കാരിൽ വീഡിയോയും ഫോട്ടോസും എല്ലാം കുറച്ചും കൂടി എത്തിപ്പെട്ടത്. അതുവരെ ഒരുപാട് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിന് അത്രത്തോളം ഒരു ആൾക്കാരിൽ എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു 3 വർഷത്തിന് മുന്നെയാണ് ഇത്രയും ആൾക്കാരിൽ വീഡിയോസ് ഭയങ്കര രീതിയിൽ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ എത്തുമെന്ന്. ആ രീതിയിൽ എത്തിപ്പെട്ടു. ശരിക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ വരവോടുകൂടി, ഇൻസ്റ്റാഗ്രാമാണ് ഇത്രയും ഉറപ്പായിട്ടും വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്. അത് ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഒരുപാട് പേജുകളും സെലിബ്രിറ്റീസും ഒക്കെ ഉണ്ട്. അവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ആരാണ് അതിൽ കൂടുതൽ? അതും ഒരുപാട് നമുക്ക് ട്രിവാൻഡ്രം ബേസ് ചെയ്ത് ഒരുപാട് പേജുകളൊക്കെ ഉണ്ട്. അവർ ഒരുപാട് വർക്കുകൾ നമുക്ക് തരാറുണ്ട്. പക്ഷെ അവർ മുഖാന്തരം നമുക്ക് ഒരുപാട് ആൾക്കാരിലെ വീഡിയോസ് ആദ്യ കാലഘട്ടങ്ങളിൽ എത്തിയിരുന്നു. അതൊരു വലിയൊരു ഹെൽപ്പാണ് ഉണ്ടായത്. അല്ല, അതിലൊരു പേരെടുത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഹൃത്തുക്കൾ, അതിൽ നിന്നുള്ള നല്ല സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. മുന്നേ നമുക്ക് അങ്ങനെ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പോഴും ഒരുപാട് നല്ല സുഹൃത്തുക്കൾ. ഇപ്പം നമ്മളൊരു വീഡിയോ ഇട്ടാൽ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാനും അത് നല്ലതാണെങ്കിൽ 4 പേരിൽ എത്തിക്കാനൊക്കെ അവർ ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ ഒരു ടീം തന്നെ ഉണ്ട്. ആ ഒരു ടീം എനിക്ക് തരുന്ന സപ്പോർട്ട് എന്ന് വെച്ചാൽ വലിയൊരു സപ്പോർട്ടാണ്. അത് എടുത്തു പറയേണ്ട സംഭവം. സജഷൻസ് ഒക്കെ അവർ പറയാറ് ഒരുപാട് ഇപ്പം ഒരു ഷോട്ട് ശരിയായില്ലെങ്കിൽ അവരത് പറയുകയും ചെയ്യും, ചൂണ്ടിക്കാണിക്കും. എഡിറ്റിംഗിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അങ്ങനെ എല്ലാം അവർ ചൂണ്ടി. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എഡിറ്റിംഗും ശ്യാമാണ് ചെയ്യുന്നത്? ഞാനാണ് ചെയ്യുന്നത്. എൻ്റെ വൈഫും എന്നെ സഹായിക്കാറുണ്ട്. വൈഫ് ഒരുപാട് സജഷനൊക്കെ പറഞ്ഞു തരാറുണ്ട്. കാരണം നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് വന്ന് ആ സ്പോട്ടിൽ കൂടിപ്പോയി വീഡിയോ എടുത്ത് ഒരു മണിക്കൂറിനകത്ത് അത് എയർ ആവണം, എന്നാലേ നമുക്കതൊരു ബെനിഫിറ്റ് ഉള്ളൂ. കാരണം ഫസ്റ്റ് എത്തുക എന്നുള്ളൊരു പ്രയോറിറ്റി ഉണ്ട് ഇപ്പം ഇതിൻ്റെ ഇടയിൽ. അപ്പം ഫസ്റ്റ് ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യുക, അപ്പം ഡിലേ ആയിക്കഴിഞ്ഞാൽ ആ കണ്ടന്റിൻ്റെ പ്രാധാന്യം പോകും. ഈവൻറ്റുകളാണ്, അല്ലാതെ നോർമലി അല്ല. ഒരു ഈവൻറ്റോ അങ്ങനെ കവർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടിയായിരിക്കും. അപ്പോഴും വൈഫാണ് സപ്പോർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും കൂടെ നിൽക്കുന്നതും എല്ലാം ചെയ്യുന്നത്. വൈഫ് നല്ല സപ്പോർട്ടാണ്. അല്ലാതെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എല്ലാവരും ഫാമിലി, അനിയനാണ് എനിക്കുള്ളത്. അനിയനായാലും അമ്മയായാലും അച്ഛനായാലും എല്ലാവരും നല്ല രീതിയിലാണ് സപ്പോർട്ട്. വൈഫ് എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, എഡിറ്റിംഗ് പഠിച്ചിട്ടില്ല. പുള്ളിയുടെ സജഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഒരു മ്യൂസിക് വരുമ്പം ആ സ്ഥലത്ത് ഇന്ന കട്ട് വരണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഉപരിയായിട്ട് വൈഫ് കറക്റ്റായിട്ട് ആ സ്പോട്ട് പറഞ്ഞുതരാം. അത് കറക്റ്റ് വെച്ചിട്ടുള്ള വീഡിയോകളെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. റീസെൻ്റ്ലി നമ്മളെ CM വിഴിഞ്ഞം വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒഫീഷ്യലായി ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അതിൽ നോർമൽ മീഡിയയെല്ലാം കേട്ടി കുറച്ചും കൂടി നമുക്ക് പുള്ളിയുടെ അടുത്ത് നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പം ചെയ്തുകൊണ്ട് ഇപ്പം ഇന്ന് അത് 1 മില്യൺ കഴിഞ്ഞായിരുന്നു ആ വീഡിയോ. അതെ, ഇതിൻ്റെ പാർട്ടി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിൽ. അതെ, അതല്ല, ഇത് നമ്മളെ വിഴിഞ്ഞത്തിന്റെ ഹാർബറിൽ പുള്ളി വിസിറ്റ് ചെയ്യണ കുറച്ച് സംഭവങ്ങൾ. അത് ഇന്നലെ മെനിങ്ങാന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. വിഴിഞ്ഞത്തിൽ അതിന്റെ വിഴിഞ്ഞം പോർട്ടും എല്ലാം പുള്ളി വിസിറ്റ് ചെയ്യുന്ന CM പ്രൈം മിനിസ്റ്റർ വരുന്ന മുന്നേ CM വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ്. അപ്പോൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള കവറേജ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വൈഫാണ് കറക്റ്റ് ആ സ്പോട്ട് എവിടെയൊക്കെ എഡിറ്റ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. ആ വീഡിയോ നല്ല റീച്ച് ആയി. കുറച്ച് അതെ. ഈ എടുത്ത ഫോട്ടോകളിൽ അല്ലെങ്കിൽ എടുത്ത വിഷ്വൽസിൽ ഏറ്റവും അധികം ശ്യാമിനെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഏതാണ്? ഓക്കെ, റീസെൻ്റ്ലി ഞാനൊരു പെയ്ഡ് പ്രൊമോഷനായിട്ട് ഒരു വർക്ക് ചെയ്തായിരുന്നു. സ്ട്രീറ്റിലുള്ള ഒരു വിമൻസ് ഡേ സംബന്ധിച്ചിട്ട് ഒരു കമ്പനിക്ക് വേണ്ടി ചെയ്തു കൊടുത്തതാണ്. സ്ട്രീറ്റിൽ വർക്ക് ചെയ്യുന്ന കുറേ വെൻഡേഴ്സിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട്, കാരണം അവരെ ചിരികളും അതൊക്കെ ഇപ്പോഴും പറയുമ്പോൾ തന്നെ ആ ഫേസിൽ വരുന്നു. അത് ഏകദേശം നല്ല ഒരുപാട് പേരിൽ കണ്ടൊരു വീഡിയോ ആണ് അത്. ആ വീഡിയോ ഇപ്പം എടുത്ത് പറയാൻ ചോദിച്ചുകൊണ്ട് ആ വീഡിയോ ആണ് വരുന്നത്. വളരെ ലൈഫുള്ള സത്യം. എനിക്ക് തന്നെ അത് പിന്നീട് കണ്ടപ്പോൾ ഒരുപാട് ഭംഗി. ആ സമയത്ത് അവരെ ചിരികളും അവർ വർക്ക് ചെയ്യുന്നതല്ല, വിമൻസ് ഡേ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിരുന്നത്.
ആ വീഡിയോ ആണ് ഇപ്പം പറയാൻ തോന്നുന്നത്. നമ്മളെ ഏറ്റവും അധികം നമ്മളെയൊക്കെ ആകർഷിച്ച കുട്ടിക്കാലത്തും ഒക്കെയും ആകർഷിച്ച ഏറ്റവും മികച്ചൊരു ഫോട്ടോഗ്രാഫർ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന രഘുറായി പറഞ്ഞൊരു കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. വളരെ വാമായിട്ടുള്ളൊരു ഹൃദയവും കരുണാർദ്രമായൊരു ഹൃദയവും വളരെ കോൾഡ് ഐസുമാണ് ഫോട്ടോഗ്രാഫറിന് ആവശ്യം. അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫർ വളരെ മികച്ചതായി തീരുമെന്നാണ് കേട്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. പിന്നെ ശ്യാമിൻ്റെ മറ്റൊരു പ്രത്യേകത കണ്ടത്, അദ്ദേഹത്തിന് വീണ്ടും രഘുറായിലേക്കാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കോട്ടുണ്ട്, നിങ്ങൾ ഒഴിഞ്ഞ ഹൃദയവുമായിട്ട് നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങും, പ്രകൃതി നിങ്ങൾക്കെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. തിരുവനന്തപുരത്തിൻ്റെ ചില സ്പോട്ടുകൾ ശ്യാം ഫോട്ടോ എടുത്തത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോകളിലെല്ലാം എന്തോ ഒരു കഥ പറയാൻ വളരെ കൃത്യമായൊരു കഥ നമ്മളോട് ആ ഫോട്ടോസ് എല്ലാം പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് ശ്യാമിന് അതിനുള്ളൊരു തയ്യാറെടുപ്പ്? അല്ല, അത് ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ആ സ്ഥലത്ത് ഒരു 2 മിനിറ്റ് നിൽക്കുന്നതന്നെ ഇങ്ങനെ ചെയ്യാം എന്നൊരു ത്രോട്ട് എങ്ങനെ വരുന്നു, അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ ഇപ്പം റീസെൻ്റ്ലി ഒരു യെല്ലോ ഫ്ലവർ വീഴുന്ന ഒരു സീന് ഇവിടെ തെക്കാടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കുറച്ച് നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. പക്ഷെ അതുപോലെ അതും കറക്റ്റ് ആ പ്രകൃതിയും അതുപോലെ കറക്റ്റ് നിന്നു എനിക്ക് ഷൂട്ട് ചെയ്യാൻ. ഞാൻ മനസ്സിൽ എന്താണ് വിചാരിച്ച അതിലുപരി ഒരു പടി മുകളിൽ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റി കറക്റ്റായിട്ട്. അത് ഏകദേശം ഒരു 1 മില്യൺ കഴിഞ്ഞൊരു വീഡിയോ ആണ്. അത് ഞാൻ വിചാരിച്ച എങ്ങനെ അതുപോലെ എനിക്ക് ഷൂട്ട് ചെയ്യാനും പറ്റി. പിന്നെ അടുത്ത ദിവസം അടുത്ത ദിവസമാണ് അത് ഷൂട്ട് ചെയ്യാൻ പോയിരുന്നത്. അത് ഫുള്ളും താഴെ വീണു, ആ പൂക്കളെല്ലാം വീണു. പിന്നെ ആ ഭംഗി നമുക്ക് കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു 2 വർഷത്തിലൊരിക്കലാണ് അത് സംഭവിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഞാൻ വിചാരിച്ചല്ലോ നടന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്ങനെയൊക്കെയോ അങ്ങ് നടക്കുന്നു. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് തങ്ങളുടെ വിഷ്വൽസ് എല്ലാം കാണണമെന്ന് ആഗ്രഹമുള്ളതുപോലെ തന്നെ പ്രകൃതിക്കും കാണുമായിരിക്കും തൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ മനുഷ്യർക്ക് ആസ്വദിക്കാൻ പറ്റും. വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരു അനുഭവം, ആദ്യം അവർ തിരസ്കരിച്ചിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വിളിക്കുന്നൊരു അനുഭവം ശ്യാമുമായിട്ടുണ്ടായിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം വിഴിഞ്ഞം ഷിപ്പ് വരുന്ന ഒരു 2-3 ദിവസത്തിന് മുന്നേ വിഴിഞ്ഞത്തിന് 2 വർഷത്തിന് മുന്നേ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വിഴിഞ്ഞത്ത് പോയിരുന്നു. പക്ഷെ വീഡിയോ എടുത്തു. പക്ഷെ അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ഒന്നും അങ്ങനെ പുറത്തുനിന്നാണ് എടുത്തത്. ഞാൻ ഒരുപാട് ദൂരം അകത്തൊന്നും കയറാൻ പറ്റത്തില്ല, പെർമിഷൻ ഇല്ലാതെ. പുറത്തുനിന്ന് എടുത്ത വീഡിയോ തന്നെ അവർ എൻ്റെ അടുത്ത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ സെക്യൂരിറ്റി ഇഷ്യൂ ആണ് എന്നൊക്കെ പറഞ്ഞാൽ സ്പോട്ടിൽ തന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്ത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ എങ്ങനെയെങ്കിലും വിഴിഞ്ഞത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യട്ടെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഐഡിയ വന്നത്. നമ്മൾ ലൈറ്റ് ഹൗസ്, കോവളം ലൈറ്റ് ഹൗസിൽ ഈ വിഴിഞ്ഞം കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്നൊരു പെട്ടെന്നൊരു തോട്ട് വന്നു. ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് ആ വിഴിഞ്ഞത്തിന് നേരെ കോവളം വിട്ട് ലൈറ്റ് ഹൗസിൽ കയറി മേളിൽ കയറിയപ്പം കണ്ട വിഷ്വൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കപ്പലും ആ വിഴിഞ്ഞവും ആ പള്ളി എല്ലാം കൂടി ചേർന്നുള്ള ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയായിരുന്നു. ആ കപ്പൽ വന്ന അന്നത്തെ ദിവസമാണ്. ആ ഒരു ഫോട്ടോ ഭയങ്കര രീതിയിൽ വൈറലായി. എന്നെ കേരളകൗമുദി അത് വലിയ ഫ്രണ്ട് പേജിൽ അവരെ ന്യൂസ് പേപ്പറിലെ ഫ്രണ്ട് പേജിൽ അത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മൊബൈലിലെടുത്ത ഫോട്ടോ അവരെ ന്യൂസ് പേപ്പറിൽ ഏറ്റവും വലിയതായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരെ കലണ്ടറിൽ ആഡ് ചെയ്തിട്ടുണ്ട്, മനോരമ അത് എടുത്തിട്ടിട്ടുണ്ട്, മാതൃഭൂമി എല്ലാം. അങ്ങനെ ഒരുപാട് പേര് അത് ഫ്രണ്ട് പേജിൽ ആ ഒരു ഫോട്ടോ എടുത്ത്. കാരണം അങ്ങനെ ആരും ആ ഒരു വ്യൂവിന് ഇത് കണ്ടിട്ടില്ല, ഈ കപ്പൽ കിടക്കുന്നതെല്ലാം. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം റീസെൻ്റ്ലി വിഴിഞ്ഞം പോർട്ടിനെ ഡയറക്റ്റ് എന്നെ അവിടെ വിളിക്കുകയും അവരെ ഒഫീഷ്യലായിട്ടുള്ള വർക്ക് എനിക്ക് ചെയ്യാൻ പറ്റുകയും എല്ലാം പറ്റിയത് ഒരു വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ആ ഫോട്ടോയാണ് പിന്നിൽ അവരെ വീണ്ടും തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് ആയിരിക്കാം. പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവരെ ഒഫീഷ്യലായിട്ട് ഇൻവിറ്റേഷൻ എനിക്ക് കിട്ടി. വേറെ മീഡിയ ആക്സസ് ചെയ്യുന്നതും കിട്ടി. കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് എനിക്ക് ഈ ഒരു ഇൻവിറ്റേഷൻ വഴി എനിക്ക് അകത്ത് കയറാനും അതിൻ്റെ വിഷ്വൽസ് എല്ലാം എടുക്കാൻ പറ്റി. അതും എനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒരു നാൾ പുറത്തുനിന്ന് എടുത്ത വിഷ്വൽ ഡിലീറ്റ് ചെയ്ത ഒരു സ്ഥലത്ത് വീണ്ടും ഒഫീഷ്യലായിട്ട് കയറാൻ പറ്റുക, അതിന് അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു. ഇങ്ങനൊരു റിജക്ഷൻ പിന്നീട് അക്സെപ്റ്റൻസ് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ചില റിജക്ഷൻസും അക്സെപ്റ്റൻസും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ലൈഫിൽ ഇതുമാതിരി എന്തെങ്കിലും ഒരു റിജക്ഷനോ ഒരിക്കൽ നമ്മളെ മോശം ആയി വേണ്ട ഇവൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ തന്നെ ഈ ഒരു സ്റ്റാറ്റസിലേക്ക് വന്ന സമയത്ത് തിരിച്ച് വന്ന ആരെങ്കിലും സുഹൃത്തുക്കളോ മറ്റെന്തെങ്കിലും അനുഭവം ഉണ്ടോ? മൊബൈലാവുമ്പം നമ്മളെ ആൾക്കാർ മൊബൈലിലാണ് അവനെ ഒന്ന് മാറ്റി നിർത്തുക എന്നുള്ള രീതിയിൽ ഒരുപാട് സ്ഥലത്ത് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളെ പേര് പറയും, ഞാൻ ഇങ്ങനെയാണ് അവർ ഒഫീഷ്യലായിട്ട് വിളിച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പം നമ്മളെ പേരും പറയുമ്പോൾ എന്തോ എവിടെയൊക്കെ ഒരു പ്രയോറിറ്റി നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി ഇന്ന് മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ക്യാമറയിൽ, ഒഫീഷ്യൽ ക്യാമറയിൽ അല്ലാതെ മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ? മൊബൈലിലായാലും വീഡിയോ ക്യാമറയിലായാലും ഫോട്ടോ ക്യാമറയിലായാലും നമ്മൾ പകർത്തുന്ന ചിത്രങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മൂമെൻറ്റ്സിനെ ഒപ്പിയെടുക്കണം എന്നുള്ളത്. അവരെയും കൂടെ ഒരു അക്സെപ്റ്റൻസ് കൊടുക്കണം സൊസൈറ്റി എന്നാണ്.
അല്ലേ? അത്തരം ആൾക്കാരെ കൂടി അക്സെപ്റ്റ്, ഒരു ഇൻക്ലൂസീവ് ആയിരിക്കണം. അതെ അതെ, ഉറപ്പായിട്ടും. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറുന്നുണ്ട്, എന്നാലും മാറ്റം ഇനിയും വരാനുണ്ട്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ പേജസിലെ പല പേജസുകളും വലിയ ഫാൻ ബേസ് ഉള്ള പേജസുകൾ പലരും മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നതായിട്ടും വിഷ്വൽസ് വാർത്തുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അതെ, ഇന്നലെ ഞാൻ പ്രൈം മിനിസ്റ്റർ ഒരു പ്രോഗ്രാമിൽ പോയപ്പോൾ അവരെ പ്രൈം മിനിസ്റ്റർ തന്നെ മൊബൈലിലാണ് വിഷ്വൽസ് എല്ലാം എടുക്കുന്നത്. കാരണം പുള്ളിയുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഫേസ്ബുക്കിലും എല്ലാം ഇടാനുള്ള വിഷ്വൽസ് അവർ മൊബൈലിൽ തന്നെ അവർ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്, മെജോറിറ്റിയും മൊബൈലിലും ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെ പ്രൈം മിനിസ്റ്റർ എടുത്ത വീഡിയോയിലും മൊബൈലിൽ എടുത്ത വീഡിയോസാണ് കൂടുതലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഒരുപാട് മാറ്റങ്ങൾ വരും. പക്ഷേ ഒരു സീരിയസ്നെസ് അവർക്കില്ല എന്നൊരു പൊതുധാരണയിൽ നിന്നാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പം കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ ഇത്തരം രംഗത്തേക്കും കൂടുതൽ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഇൻസ്ട്രുമെന്റ് ഒരു ബാധകമല്ലാതായി മാറും. അതെ ഉറപ്പായിട്ടും. ഇത് ഇപ്പം ഒരു ഫിലിം ആക്ടർ വരുമ്പോൾ ഒരുപാട് ഒരു മൊബൈലുമായിട്ട് ഫ്രണ്ടിൽ പോകണോ, അപ്പൊ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ നമ്മൾ വരുന്നുണ്ട്. അപ്പം ആ ഒരു കൺഫ്യൂഷനാണ് ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. ആ ഒരു പ്രശ്നം മാറും. ഒരു പേഴ്സണൽ യൂസസിന് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാനും നല്ല ചിത്രങ്ങൾ എടുക്കാനും പ്രൊഫഷണൽസ് തരണം. അപ്പം ഇതിനപ്പുറം മറ്റൊരു കാര്യം കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടിട്ട്, കാരണം പൃഥ്വിരാജിന്റെ ഹേറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് താങ്കൾ പൃഥ്വിരാജിനെ പോയി കാണാൻ പോയതിനെ പറ്റിയിട്ടൊക്കെ കേട്ടു. അതെന്തായിരുന്നു ആ ഒരു അനുഭവം? അല്ല, ഫസ്റ്റ് 2009 ആ സമയത്തെല്ലാം ഭയങ്കര എങ്ങനെയെങ്കിലും ഒന്ന് പൃഥ്വിരാജിനെ കണ്ടാൽ മതി. അപ്പോഴൊക്കെ നമ്മളെ ചുറ്റുപാടുള്ളവരെല്ലാം പൃഥ്വിരാജിനെ പറയും, എന്തിനാ അവന് ജാടയാണ് അത് ഇതെന്നെല്ലാം പറയുന്നു. അപ്പോഴും നമ്മളെ മനസ്സിൽ ഭയങ്കര ഇഷ്ടം, എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു, നേരിട്ട് കാണുക എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതിനുവേണ്ടി പല വഴികളും നോക്കി, കാണാൻ പറ്റിയിട്ടില്ല. ഭയങ്കര ഇതായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം എനിക്ക് തോന്നുന്നു പുതിയ മുഖത്തിൻ്റെ എന്തോ ഇൻ്റർവ്യൂ ഏഷ്യനെറ്റിന് ലൈവായിരുന്നു. പുള്ളി ഏഷ്യനെറ്റിൻ്റെ ഒരു പ്രോഗ്രാമിന് ലൈവായിരുന്നു, ഏഷ്യനെറ്റ് ന്യൂസിൽ. അപ്പം അത് ഞാൻ ടി വിയിൽ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ടി വിയിലിരുന്ന് കാണായിരുന്നു. അപ്പം ഈ ഏഷ്യനെറ്റ് സ്റ്റുഡിയോയും എൻ്റെ വീടും തമ്മിൽ ഒരു 1.5 കിലോമീറ്റർ, കൂടിപ്പോയാൽ 2 കിലോമീറ്ററേ ഉള്ളൂ. ഞാനൊന്ന് നോക്കിയില്ല, അവിടെ നിന്ന് തന്നെ TV എല്ലാം മാറ്റി, അന്ന് സൈക്കിൾ എന്തോ ആയിരുന്നു, അതിൽ തന്നെ നേരെ അവിടെ പോയി ആ പുള്ളി ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ എനിക്ക് കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. അന്ന് അതൊരു ഭയങ്കര, അതാണ് ഒരു ഫസ്റ്റ് മീറ്റ് എന്നൊക്കെ പറയുന്നത് അതാണ്. അതിനുശേഷം പിന്നെ ഒരുപാട് പുള്ളിയെ കാണാനും സംസാരിക്കാനും ഒക്കെ അന്ന് സംസാരിച്ചത്. അങ്ങനെ കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റില്ല. അന്ന് നമ്മൾ പുള്ളിയുടെ ഫോട്ടോസോ ഒന്നും എടുത്തിട്ടില്ല. 2009 ഞാൻ +2 +1 എല്ലാം പഠിക്കുന്ന ഒരു ടൈമാണ്. അന്ന് പിന്നെ ഈ ഇന്റർവ്യൂ ലൈവ് നടക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ വിട്ടു. പുള്ളി ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങി വരുന്നത് ഞാൻ പുള്ളിയുടെ സംസാരിച്ചു. അന്നാണ് ഒരു ഫസ്റ്റ് തുടക്കം, 2009, ഏകദേശം 16 വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ ആ ബന്ധം ഒരുപാട് വളർന്നു. പുള്ളി എൻ്റെ കല്യാണത്തിന് എന്നെ വിഷ് ചെയ്തു, വെഡ്ഡിങ് വിഷൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു ലെവലിൽ വരെ എത്താൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. ആ ഫസ്റ്റ് മീറ്റപ്പിന് ശേഷം പിന്നീട് റെഗുലറായിട്ട് ഇദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനൊക്കെ? പിന്നെ ഞാൻ പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷനിലെ മെമ്പറായിരുന്നു. അതിനുശേഷം എനിക്ക് പുള്ളിയായിട്ട് ഒരുപാട് അടുക്കാൻ പറ്റി. പുള്ളിയുടെ ഈവൻ്റൊക്കെ എവിടെയൊക്കെയാണ് നടക്കുന്നത് എല്ലാം എനിക്ക് കുറച്ചും കൂടി അറിയാൻ പറ്റി. അവിടത്തുള്ള ആൾക്കാർ എന്നെ സഹായിച്ചു. പിന്നെ പുള്ളിയെ തുടർച്ചയായി കാണാൻ പറ്റി. സൗഹൃദം വളർന്നു. പിന്നെയാണ് ഫോട്ടോ എടുക്കുന്നതും പുള്ളിയെ കാണിക്കുന്നത് എല്ലാം ആ ഒരു ഇതിലാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തെ നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റി. അതെ. എടുത്ത ചിത്രങ്ങളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ എക്യുപ്മെൻ്റ് കൊണ്ടാണ്, ഗാഡ്ജറ്റ്സ് കൊണ്ടാണ് നമ്മളത് പ്ലേസ് ചെയ്യുന്നത്. അതിൽ ശ്യാമിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു എക്യുപ്മെൻറ്റ്, നമ്മളൊരു ക്യാമറ ഏതായിരിക്കും? ക്യാമറ എനിക്കിപ്പോൾ എടുത്തു പറയാൻ എൻ്റെ കയ്യിലുള്ള മൊബൈലാണ്, 15 Pro Max ആണ് ഐഫോൺ. അത് ആ ഒരു വീഡിയോയിൽ എടുത്ത എനിക്ക് പറയാൻ അറിയത്തില്ല, കാരണം എത്രയോ വീഡിയോകൾ ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് ആ ഒരു ഡിവൈസ് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും 2 വർഷമായ ഫോണാണ്, ഇപ്പോഴും ആ ഫോണാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിലെടുത്ത വീഡിയോകളൊന്ന് ബാക്കിലോട്ട് നോക്കുമ്പോൾ എത്രയോ ഓർമ്മകൾ, അത് മറക്കാൻ പറ്റത്തില്ല. ലാലേട്ടൻ്റെ, കമലഹാസൻ, അങ്ങനെ ഇഷ്ടം, വിജയ്, സൂര്യ, ആ ഒരൊറ്റ ഫോണിലാണ് ഇത് ഒരുപാട്. ഇപ്പം റീസെൻ്റ്ലി എടുത്ത 2 വർഷത്തിലെടുത്ത ഒരു 90% വീഡിയോ ആ ഫോണിലാണ്. അതുകൊണ്ട് കമലഹാസന്റെ ഫോട്ടോ എടുത്തിരുന്നു? എടുത്തിട്ടുണ്ട്. അത് കേരളീയം പ്രോഗ്രാമിന് ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ നമുക്കുണ്ടായിരുന്നു. അപ്പം അത് ബേസ് ചെയ്ത് കമല വന്ന ഈവന്റിന്റെ ഫോട്ടോസും അതൊക്കെ ഭയങ്കര വൈറലാണ്. ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേരളീയമായി ബന്ധപ്പെട്ട്. അതെ. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. ആ സമയത്താണ് കമലഹാസന്റെ ഇതൊക്കെ എടുത്തിട്ടുള്ളത്. ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു? അതെ. സംസാരിക്കാൻ അവര് ഹോട്ടൽ മിനിസ്റ്റർ ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. അങ്ങനെ ഇന്ററാക്ഷൻസ് ഉണ്ടായില്ല, ജസ്റ്റ് അന്ന് അത്ര വലിയ ഇപ്പൊ നമ്മൾ ഈ പൃഥ്വിരാജിന്റെ അടുത്ത് അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. എന്നാലും ചെറുതായിട്ട് സംസാരിക്കാൻ. നേരിട്ട് നിങ്ങളോട് എങ്ങനെയായിരുന്നു ആ ഒരു? നല്ല കാര്യം, നന്നായിട്ട്. അതെ.
പിന്നീട് വിജയുടെ ഒരു ഫോട്ടോ എടുത്തു. പിന്നെ വിജയ് തന്നെ അത് പേഴ്സണലി പോസ്റ്റ് ചെയ്യുന്നതൊക്കെയുള്ള ഒരു അനുഭവം ശ്യാമിനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയായിരുന്നു അത്? അതും ഒരിക്കലും ചിന്തിക്കാൻ പറ്റിയില്ല. കാരണം പുള്ളിയുടെ ഒരു ഈവൻ്റ് എടുക്കാൻ വേണ്ടി പുള്ളി എയർപോർട്ടിൽ പറഞ്ഞൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വെറുതെ, അത് ആരും പറഞ്ഞിട്ടില്ല, അത് നമ്മളെ ഇഷ്ടത്തിന് പോയതാണ്. പുള്ളി എയർപോർട്ടിൽ വരുന്നതിന് മുന്നേ 8 മണിക്കൂറിന് മുന്നേ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ എടുത്തത്. വീഡിയോ ഇട്ടു, ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് വിജയുടെ മാനേജർ കണ്ടു, പുള്ളി സ്റ്റോറി ഇട്ടു. അത് ബേസ് ചെയ്ത് എനിക്ക് പുള്ളിയുടെ ലൊക്കേഷനിൽ, ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് ലൊക്കേഷനിൽ ആക്സസ് ചെയ്യാൻ പറ്റി. ആക്സസ് ചെയ്ത് പുള്ളിയെ ഞാൻ ഈ വീഡിയോ കാണിച്ച്, ഞാനാണ് ഈ വീഡിയോ എടുത്തത്. അങ്ങനെ പുള്ളിയുടെ മാനേജറുമായിട്ട് സംസാരിച്ച് പുള്ളി പറഞ്ഞ് ഇന്ന ദിവസം ഇന്ന നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമ്മുടെ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു മൊബൈലിൽ പറ്റത്തില്ല, ക്യാമറ തന്നെ അവർക്ക് വേണം. അവർ കുറേ സജഷൻ പറഞ്ഞു, ഓക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അന്നങ്ങനെ 5ാമത്തെ ദിവസത്തെ വർക്ക് ഞാനാണ് ചെയ്തത്. അതും പുള്ളിയുടെ പേജിലും പുള്ളിയുടെ ഒഫീഷ്യൽ കുറേ ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിലെല്ലാം ആഡ് ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കയറിയൊരു വീഡിയോ ആണ്. ഞാൻ ഇട്ടയിലെ ഏറ്റവും കൂടുതൽ ഏകദേശം എത്ര നമ്പർ 3 കോടി ആൾക്കാർ കണ്ടൊരു വീഡിയോ. അതെ. ദെൻ അത് നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയിലേക്ക്, ഏതെങ്കിലും ഒരു സിനിമയുടെ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഇൻവിറ്റേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ അത് എനിക്കൊരു ഫിലിമിൽ ഫോട്ടോ എടുക്കാനായിട്ട് ആഗ്രഹത്തിനൊക്കെയുള്ള ഒരു അഡ്വർടൈസിങ് കമ്പനി തുടങ്ങണം, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലാവും. അതെ അതെ, അതിന് ഇപ്പോഴൊന്നുമല്ല, കുറച്ചും കൂടി ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഇതിലാണ്. സോഷ്യൽ മീഡിയ വളരെ കലുഷിതമായിട്ടുള്ള ഭയങ്കരധികം പ്രശ്നങ്ങളുള്ളൊരു സമയമാണിത്. കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ ലൈഫും മൊത്തത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരുന്നുണ്ട് വിഷയത്തിൽ. ഇതിലൊക്കെ ശ്യാമിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? പാളയം പള്ളിയിൽ ഒരു വീഡിയോ റീസെൻ്റ്ലി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ യേശു നിൽക്കുന്ന ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമയുടെ ബാക്ക്ഗ്രൗണ്ട് 3 വരുന്ന ഒരു സീനായിരുന്നു. എന്തോ ഭാഗ്യം ആ സമയത്ത് പോയപ്പോൾ അങ്ങനെ ഒരു വിഷ്വൽ കിട്ടി. പെട്ടെന്ന് ഞാൻ അത് വീഡിയോ ആയിട്ട് എടുത്തു. അത് പോസ്റ്റ് ചെയ്ത് അത് ഭയങ്കരമായിരുന്നു. കറക്റ്റ് ജീസസിൻ്റെ ബാക്കിൽ 3 വരുന്നൊരു കറക്റ്റ് സർക്കിളിൽ വരുന്നൊരു ഇതാണ് കിട്ടിയത്. അത് പോസ്റ്റ് ചെയ്തപ്പം ആ വീഡിയോയുടെ കമൻറ്റിൽ തന്നെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചത് എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. അപ്പുറത്തൊരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൻ്റെ വീഡിയോ താങ്കൾ എടുക്കാത്തത്, നിങ്ങൾ എന്തൊക്കെ മോശമായിട്ട് എന്നെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ അത് മാത്രമേ ചെയ്യത്തുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം നമ്മളൊരു ഇങ്ങനെ ഒരു വിഷ്വൽ കണ്ടുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത്. അതൊന്നും അവർ നോക്കാതെ അവർക്ക് ചീത്ത വിളിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കി. പക്ഷെ കുഴപ്പമില്ല, അവർക്ക് അറിവില്ലാതുകൊണ്ട്. ഏറ്റവും നല്ല കാര്യങ്ങൾ പലതും ചെയ്താലും നമ്മളെ എവിടെയെങ്കിലും കുരുക്കാനുള്ള സൊസൈറ്റി. ഞാനിപ്പം ഫോക്കസ് ചെയ്യുന്ന ഒരു ദൈവത്തിനെ മാത്രം. നമ്മളെല്ലാം ഭീമാപ്പള്ളി ഉറൂസ്, വെട്ടുകാട്, പത്മനാഭ വംശത്തെ എല്ലാം ചെയ്യാറുണ്ട്. എന്നിട്ടും പോലെ അവർ ഇങ്ങനത്തെ രീതിയിലാണ് കാണുന്നെന്ന് പറയുമ്പോൾ ആ ഒരു ഉറപ്പാണ്. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ഒരു വലിയ നല്ല വെള്ള ഒരു തുണി ഉണ്ടെങ്കിൽ തന്നെ ഒരു ഏതെങ്കിലും ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ ആ സ്പോട്ടിലേക്ക് മാത്രം അതുവരെ നിന്ന കാര്യങ്ങളെല്ലാം ക്യാൻസൽ ആയി പോകും. സത്യം, നമ്മൾ 100 കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യം ഇത് വരുമ്പോൾ 99 കാര്യങ്ങളും ആരും നോക്കത്തില്ല. ആ ഒരൊറ്റ കാര്യത്തിൽ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ദോഷത്തിൽ ഇത് മറികടക്കാൻ സൊസൈറ്റിക്ക് പറ്റട്ടെ. അത് മാത്രമല്ല, ഇപ്പൊ ഒരുപാട് മാറുന്നുണ്ട്. അങ്ങനത്തെ ഇതൊക്കെ ഒരുപാട് ഇപ്പം മാറുന്നുണ്ട്. ഇനിയും മാറ്റം വരും. ശരിക്കും ഇത്തരം ആൾക്കാർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് അതിൽ നിന്നും മാറി അവരെയും കൂടെ സൊസൈറ്റി ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതാണ് ഏറ്റവും. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷം ഉണ്ടെങ്കിൽ ആ ദോഷത്തെ മാത്രം മാറ്റി നമ്മുടെ സൊസൈറ്റിക്ക് എന്ത് വേണോ അത് ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതെ, ഉറപ്പായിട്ടും. അപ്പം നമുക്ക് നേരത്തെ സിനിമയുടെ ഒരു വിവാദം ഉണ്ടായിരുന്നു, പക്ഷേ ടോം ചാക്കോയുടെ വിവാദം ഉണ്ടായിരുന്നപ്പോഴും ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് പലരും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് മാത്രമല്ല, പിന്നീട് നമുക്കിപ്പം സോഷ്യൽ മീഡിയ മുന്നോട്ട് പോകും ഇടക്കാലത്ത് നമ്മുടെ മുകേഷ് നായരെ ബന്ധപ്പെടുത്തിയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ കണ്ടിരുന്നു. അപ്പം പോക്സോ വിഷയമൊക്കെ എൻ്റെ ഇടയിൽ വന്നു. അപ്പം അതിലെന്തെങ്കിലും ശ്യാമിന് പറയാനുണ്ടോ? ഇല്ല, അത് അവര് രണ്ടുപേര് തമ്മിലുള്ള ചെറിയ വഴക്കുകളൊക്കെയാണ്. പക്ഷെ അതിലൊന്നും നമ്മള് തലയിടാറില്ല. കാരണം നമ്മളെ ട്രാക്കാണ്. ഈ രണ്ടുപേരെയും എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. മുകേഷ് നായരെയും പുള്ളി, ഞാനിങ്ങനെ ഈ വൈറൽ വീഡിയോ എല്ലാം ആവുന്നതിന് മുന്നേ പുള്ളി എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരുമായിട്ട് സൗഹൃദമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവരാ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. അതിന്റെ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും അറിയത്തില്ല. തീർച്ചയായിട്ടും അത് ഇഷ്യൂസ് എല്ലാം മാറി നല്ല രീതിയിൽ. അപ്പം അതോടൊപ്പം ചേർത്ത് ചോദിക്കുന്നത്, നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ആരെങ്കിലും അപ്പോൾ സെലിബ്രിറ്റികളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കത്ത് നിൽക്കുന്ന ഭാഗത്തു നിന്ന് ഹെൽപ്പ് ചോദിച്ചതിന് ശേഷം
അപ്പോൾ ഇവർ നമുക്ക് ഹെൽപ്പ് തരും എന്ന് ചോദിച്ചതിന് ശേഷം അവർ തരാതെ ഒരു വിഷമിക്കുന്ന അനുഭവം എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം ഇപ്പം തന്നെ ഞാൻ എന്താണെന്ന് അറിയത്തില്ല, എല്ലാ സ്ഥലത്തും നമുക്കൊരു പരിഗണന കിട്ടുന്നുണ്ട്. അത് എന്താണെന്നറിയാം. ഞാൻ ഒന്നും അങ്ങോട്ട് പോയി ചോദിച്ചില്ല. സത്യമായിട്ട് ഒരു കാര്യം എനിക്ക് ഇന്നത് വേണം ആടുത്തും ചോദിച്ചിട്ടില്ല, അങ്ങോട്ട് പോയി ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം കറക്റ്റ് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ ഉദാഹരണം, ഇഫ്താർ വിരുന്നുണ്ടായിരുന്നു കേരള സർക്കാരിന്റെ. ബാക്കി മീഡിയയ്ക്കും ആർക്കും ആക്സസ് ഇല്ല. ഞാൻ ആലോചിച്ചു, അതിൽ കയറാൻ പറ്റിയിരുന്നെങ്കിൽ അകത്തുനിന്ന് കയറി വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അവിടെ നിന്ന് ഒരു ഇൻവിറ്റേഷൻ കിട്ടി, എനിക്കത് കവർ ചെയ്യാനും പറ്റി. അത് വേറെ ഒരു മീഡിയയ്ക്കും ആക്സസ് ഇല്ലായിരുന്നു ആ പ്രോഗ്രാമിൽ. പക്ഷെ എനിക്ക് അവിടെ കയറി കവർ ചെയ്യാൻ പറ്റി. ആ വീഡിയോ ശേഷം 2 മില്യൺ ആൾക്കാർ കണ്ടായിരുന്നു. അപ്പം അതൊക്കെ എന്തോ ഭാഗ്യം, എങ്ങനെയൊക്കെ നടക്കുന്നു. ഇനിയൊരു 5-6 വാക്കുകൾ പറയാം. അതിൽ നിന്ന് ശ്യാമിന് എന്താണ് ഒരു, ചിലപ്പോൾ സിനിമ ക്യാരക്ടറായിരിക്കും, ചിലപ്പോൾ ഇതൊരു വാക്കായിരിക്കും. അതിൽ നിന്ന് എന്ത് ശ്യാമിന് തോന്നുന്നു എന്ന് ജസ്റ്റ് പറയാം. സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ആദ്യം ഓർമ്മ വരുന്നത്? സന്തോഷം എന്ന് പറയുമ്പം നമുക്ക് എപ്പോഴും ഈ സന്തോഷം നിലനിൽക്കട്ടെ എന്നുള്ളതാണ് ആദ്യം വരുന്നത്. എന്നും ഒരുപോലെ പോകത്തില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാന്നാണ് നോക്കുന്നത്. അപ്പുകുട്ടൻ എന്ന് ഒരു ചിന്തിക്കുമ്പോൾ ആരാണ്? ഒരു ജഗദീഷ് സാറിനെയാണ് ഓർമ്മ വരുന്നത്. ജഗദീഷ് സാറിന് അല്ലാതെ വേറെ കൂട്ടത്തിലുള്ളതോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിലോ? ഇല്ല, അങ്ങനെ ഉണ്ട്, ഫ്രണ്ട്സ് ഒരുപാടുണ്ട്, അതുപോലത്തെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. അല്ല, അത് വേണമെങ്കിൽ വേറെ ഉടായിപ്പ് എന്തെങ്കിലും നമുക്ക് രസകരമായി ആസ്വദിക്കാൻ പറ്റുന്ന ഉടായ്പകളുണ്ട്, അങ്ങനെ എന്തെങ്കിലും? ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ഭയങ്കര സൗഹൃദമാവുന്നു, എല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം അവർ അടുത്ത ചോദ്യം, എനിക്കൊന്ന് പൃഥ്വിരാജിനെ കാണിച്ചു തരൂ, എനിക്ക് ഇവരെ കാണിച്ചു തരും. അപ്പം ഞാൻ ഇതിനാണല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് മെസ്സേജൊക്കെ അയച്ചത്. അപ്പം അപ്പം അതെനിക്ക് അങ്ങനത്തെ ഒരു വേർഡായിട്ട് വരുമ്പോൾ എനിക്ക് ആ ഒരു ഈ പറഞ്ഞ ഈ വേർഡാണ് ഓർമ്മ വരുന്നത്. ശരി. ഇഷ്ടം, സ്നേഹം നമുക്ക് പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും ആരുടെ ഒരു ഫിഗറാണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നത്? ഇഷ്ടം പെട്ടെന്ന് വരും വൈഫിന്റെ മുഖമാണ്. വൈഫും അമ്മയാണ്, രണ്ടുപേരാണ് സപ്പോർട്ട് എല്ലാം. അതുകൊണ്ട് കാരണം അവര് എനിക്ക് ഇത്രയും ഫ്രീഡം തന്നില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് വീട്ടിൽ വരുമ്പോൾ ഒരു സമാധാനം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിനൊന്നും പോകാനോ ഒന്നും തോന്നത്തില്ല. മൊത്തത്തിൽ ഞാൻ എൻ്റെ ട്രാക്ക് ജോലിയായി ആ ഒരു ട്രാക്കായിട്ട് ഞാൻ പോകേണ്ടി വരും. വീട്ടിൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിലോട്ട് എനിക്ക് നിറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. ഇതിപ്പം എല്ലാത്തിനും അവർ എന്നെയും കാട്ടി സപ്പോർട്ട് അവരാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഒരു 60% നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന വർക്ക് ചെയ്യുന്നുണ്ട്, 60%. ബാക്കി 40% നമ്മൾ ഇഷ്ടത്തിന് ചെയ്യുന്ന വീഡിയോസാണ്. അതിന് ആരും പേയ്മെൻ്റ് ഒന്നും തരത്തില്ല. അത് നമ്മളെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്ന, നമ്മളെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം. ആരാധന, പൃഥ്വിരാജിൻ്റെ പേര് പറഞ്ഞു, പൃഥ്വിരാജ് അല്ലാതെ ഈ ആരാധന എന്ന് പറയുമ്പോഴത്തേക്കും ലാലേട്ടൻ്റെയാണ്, ഉറപ്പാണ്. കാരണം മെയിനായിട്ട് രണ്ടുപേരും തിരുവനന്തപുരത്തുള്ളതാണ്. അപ്പം അതുകൊണ്ട് മാത്രമല്ല ലാലേട്ടൻ്റെ അടുത്തും ഇഷ്ടമാണ്. ഇവർ രണ്ടുപേരാണ്. ഇഷ്ട നഗരം തിരുവനന്തപുരം പറയാനില്ല. കാരണം നമ്മൾ ജനിച്ച് വളർന്നതെല്ലാം തിരുവനന്തപുരം സിറ്റിയിലാണ്. അതുകൊണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ അതൊരു വല്ലാത്തൊരു ഫീലാണ് തിരുവനന്തപുരം സിറ്റി എന്ന് പറയുമ്പോൾ. ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോസും മെജോറിറ്റിയും തിരുവനന്തപുരം സിറ്റി ആയിട്ട് ബേസ് ചെയ്ത്. അത് കാരണം എല്ലാ സ്ഥലവും നമുക്കറിയാം, ഏത് വഴി പോയാൽ എങ്ങനെ വരും, എവിടെ നല്ല ലൊക്കേഷനാണെന്ന് എല്ലാം അറിയാം. അപ്പോൾ അത് തിരുവനന്തപുരം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. തിരുവനന്തപുരത്തിന് പുറത്ത് ഫോട്ടോ എടുക്കാൻ പോയതിലും ഏതെങ്കിലും സ്ഥലം? തിരുവനന്തപുരം പുറത്ത് അങ്ങനെ എന്തെങ്കിലും ട്രിപ്പായിട്ടെല്ലാം പോകുമ്പോഴേ ഉള്ളൂ, അല്ലാതെ. അതന്നെ. അപ്പം അപ്പോഴും ഇഷ്ടമുള്ള ഒരു സ്ഥലം സ്പോട്ട് ഇടുക്കിയാണ്. ഇടുക്കി ഏത് സ്പോട്ടായിരുന്നു ഇടുക്കിയിൽ ലൊക്കേറ്റ് ചെയ്തത്? ഇടുക്കി, മൂന്നാർ, ആ ഭാഗങ്ങളിലെല്ലാം ഉള്ള സ്പോട്ടുകളാണ് കൂടുതൽ ഫോട്ടോസ് എടുത്തിട്ടുള്ളത്. അതെ, എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തൊരു 2 ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ട് പറഞ്ഞു പെട്ടെന്ന് മനസ്സിലായി? പെട്ടെന്ന് പറയാൻ ഒന്ന് പാളയം, ആ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പാളയം പള്ളിയും നമ്മളെ ഇതുണ്ടല്ലോ 3 എല്ലാവരും അല്ല, പാളയം മോസ്കും പാളയം ചർച്ചും ഗണപതി അമ്പലം, ആ ഒരു സ്പോട്ടും മ്യൂസിയം, ആ ഒരു ഭാഗമൊക്കെ ഭയങ്കര എപ്പോഴും എനിക്ക് വീഡിയോ കൂടുതലും എടുക്കണമെന്ന് ആഗ്രഹം തോന്നുന്ന സ്പോട്ടുകളാണ് അതൊക്കെ. പിന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രം, അതും ഭയങ്കരമായിട്ട് ഇതുള്ള. ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, എപ്പോഴും കൂടുതൽ ഞാൻ ഇടുന്ന വീഡിയോയും കൂടുതൽ ഈ സ്ഥലങ്ങളൊക്കെയാണ് ഒരുപാട് വരുന്നത്. കാരണം മ്യൂസിയത്തിൻ്റെ ഒരു വളരെ ഭംഗിയുള്ള ഒരു വിഷ്വൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നിലൊരു എന്താണ് ഏത് മൊമെന്റിലാണ് അത്? മ്യൂസിയത്തിൽ മറ്റേ പൂക്കളൊക്കെ ഉള്ള ഭയങ്കര
അത് ഒരു പിങ്ക് കളറിലുള്ള pink ഫ്ലവർ. colour. അതെ അതെ, അത് ഒരു 2 വർഷത്തിന് മുന്നേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അത് വരുന്നില്ല. കഴിഞ്ഞ വർഷം ഞാൻ നോക്കിയായിരുന്നു എപ്പോഴാണ് ഇത് വരുന്നത്. ഇല്ല, വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ അപ്രതീക്ഷമായ ആ വഴി വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് ആ ഫ്ലവർ ഭയങ്കര ഭംഗിയിൽ നിൽക്കുന്നത് കണ്ടത്. പക്ഷെ അത് അപ്പം തന്നെ ഷൂട്ട് ചെയ്തു. അതും ഭയങ്കരമായിട്ട് വൈറലായി. ഏകദേശം ഒരു 2 മില്യൺ ആയിരം. നോർമലി ഷൂട്ട് ചെയ്യുന്ന പോലെയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ എന്താ ആൾക്കാർക്കൊക്കെ അത് വ്യത്യസ്തമുള്ള ആ ഒരു ഫ്ലവറും അതിൻ്റെ ഇതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്ത് വെക്കാറുണ്ടോ? കാരണം ഇത് വളർന്നു കഴിയുമ്പോൾ ഫോട്ടോ എടുക്കണം, ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ഇതിപ്പം വരാൻ സാധ്യതയുണ്ട്, വന്നു കഴിഞ്ഞാൽ ഉടനെ ചെന്ന് ഫോട്ടോ പിക്ക് ചെയ്ത് വെക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ച് അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ വിചാരിച്ച കാര്യങ്ങൾ ആ സമയങ്ങളിൽ ചിലത് എടുക്കാൻ പറ്റിയിട്ടുണ്ട്, ചിലത് എടുക്കാൻ പറ്റിയിട്ടില്ല. ആണോ? അല്ല, അങ്ങനെ പ്ലാൻ ചെയ്തെടുത്ത ഇതല്ലാതെ മറ്റേതെങ്കിലും ഫോട്ടോ, ഇത് ഇങ്ങനൊരു ഇവൻ്റ് വരും, അല്ലെങ്കിൽ ഈ പൂ ഇങ്ങനെ പൂത്ത് വരും, ആ പൂത്ത് വരുമ്പോഴത്തേക്കും എനിക്ക് എടുക്കണം, ഈ ഒരു സാഹചര്യത്തിൽ നാച്ചർ ഈ രീതിയിലായിരിക്കും, ആ സമയത്ത് ഫോട്ടോസ് എടുക്കണം. അത് ഈ മഴയുടെ വീഡിയോ ഒക്കെ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മഴ പെയ്യുന്നതും പാളയം പള്ളിയും അത് ഇതെല്ലാം, ആ പാളയത്തിൻ്റെ ഭാഗവും കനകക്കുന്ന് അതൊക്കെ ചേർന്നിട്ട് വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് വീഡിയോ ഉള്ള അതൊക്കെ ഉണ്ട്. ഏറ്റവും അധികം കാര്യങ്ങളും പാളയം, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ശ്യാം പറഞ്ഞത് മൊത്തം ആ സ്പോട്ടുകളാണ്. എന്താ അതിന് പിന്നിലൊരു കാരണം? കാരണം നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലവും നമ്മൾ ഒരുപാട് എപ്പോഴും കാണുന്ന സ്ഥലങ്ങൾ, അതാണ് അതിൻ്റെ ബേസ്. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസും കൂടുതലും തിരുവനന്തപുരം സിറ്റിയാണ് വരുന്നത്. ഔട്ടറിലോട്ട് ഇനി കൂടുതലും വീഡിയോ എടുക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഈ ജോലിയുമായി, ഞാനൊരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ജോലിയുമായി എനിക്ക് സിറ്റിയിലാണ് എപ്പോഴും ജോലിയുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സിറ്റി ആയിട്ടുള്ള വീഡിയോകൾ എപ്പോഴും കൂടുതൽ വരുന്നത്. ഇനിയിപ്പം സമയം കിട്ടുമ്പോൾ ഔട്ടറിലുള്ള ഒരുപാട് നല്ല സ്ഥലങ്ങൾ, വിതുര, പൊന്മുടി, ആ ഭാഗങ്ങളിലെല്ലാം ഉള്ള വീഡിയോസൊക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഷോക്കിംഗ്, പെട്ടെന്നൊരു ഷോക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും അനുഭവം അങ്ങനെ എന്തെങ്കിലും? അത് കുറവാണ്. അങ്ങനെ ഇല്ല. മരണം സംഭവിച്ച കസിൻ്റെ കുറച്ച് അതൊക്കെയാണ്. അപ്പം പൃഥ്വിരാജിൻ്റെ കാര്യം പറഞ്ഞു, ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു ഫേവറേറ്റ് പിക്ചർ, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്ത് ചിത്രങ്ങൾ എടുക്കാറുണ്ട് എന്ന് പറയുന്നത്, ഇങ്ങനെ പ്ലാൻ ചെയ്ത്. അപ്പോൾ ലാലേട്ടൻ്റെ പ്രത്യേകിച്ചും നമുക്ക് ഇപ്പോഴും അത്ഭുതമായി തുടരുന്ന ലാലേട്ടൻ്റെ ഒരു ചിത്രം എടുക്കാനായിട്ട് ഒരു ഫേവറേറ്റ് ലെൻസിൽ, ഫേവറേറ്റ് ഗാഡ്ജറ്റിൽ എടുക്കാൻ നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഏത് ക്യാമറ ആയിരിക്കും? എനിക്ക് ഇനിയിപ്പം ഇപ്പോഴല്ല, കുറച്ചതും കൂടി കഴിഞ്ഞിട്ട് സോണിയുടെ ഒരു ക്യാമറ ഞാൻ നോക്കുന്നുണ്ട്. അപ്പം അത് കിട്ടുമ്പം ലാലേട്ടൻ്റെ ഒരു സ്ലോ മോഷൻ, പുള്ളിയുടെ എൻട്രി എനിക്ക് ലോങ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുള്ളി നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഓരോ സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ എല്ലാത്തിനും ലിമിറ്റേഷൻ, ഒരുപാട് ക്യാമറമാരുണ്ട്. അപ്പം ലിമിറ്റേഷൻ ഉണ്ട്. എൻ്റെ ആഗ്രഹം വന്നിട്ട് പുള്ളി ലോങ്ങിന് സ്ലോയിൽ തോളൊക്കെ ചരിച്ച് വരുന്ന ഒരു വിഷ്വൽ എടുക്കണം. അത് ക്ലോസ് ആയിട്ട് ഫുള്ളായിട്ട് ക്ലോസിലായിട്ട് എടുക്കണമെന്നൊരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പം അതിപ്പം മൊബൈലിൽ എടുക്കുന്നതിന് ലിമിറ്റേഷൻ നമുക്ക് ഒരുപാടുണ്ട്. ഈ ഒരു ക്യാമറ കിട്ടുമ്പം അങ്ങനെ ഒരു വിഷ്വൽ എടുക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മൊബൈലിൽ എടുക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് നമുക്കതിൽ. സങ്കടം എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഇത്തിരി വിഷമം നമുക്ക് തോന്നുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും. ആദ്യകാലങ്ങളിലെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് ക്യാമറയിലാണ് യൂസ് ചെയ്യുന്നത്. പ്രൊഫഷണലായിട്ട് വർക്കായിട്ടാണ് ചെയ്യുന്നത്. ഫ്രീലാൻസ് ആയിട്ട് ഒരുപാട് കമ്പനികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന വിഷ്വൽസ് എല്ലാം വേറെ കമ്പനികളുടെ പേരിലാണ് പോകുന്നത്. അപ്പം നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഇൻ്റർവ്യൂ എല്ലാം ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വേറെ ഓരോരോ ടീമിൻ്റെ പേരിലാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമായി. ഇപ്പം നമുക്ക് അന്ന് നമ്മളെ ജോലി അതാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് കൊടുത്താലേ പറ്റുള്ളൂ. നമ്മളെ പേരായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് വിഷമം ഉണ്ടായി ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നീട് ട്രാക്ക് മാറ്റി ഞാൻ എൻ്റെ പേരിൽ തന്നെ, എൻ്റെ ഐഡൻറ്റിറ്റി തന്നെ കളിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെ എല്ലാ ഈവൻറ്റും ഇപ്പം നമ്മളിപ്പോൾ ഒരു ആക്ടറിൻ്റെ വീഡിയോ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് അവർ വരുന്ന ടൈമെല്ലാം ഒഫീഷ്യലായി നമുക്ക് കിട്ടിയിട്ടാണ് പോകുന്നത്. അല്ലാതെ വെറുതെ പോയി എടുക്കുന്നില്ല. അവരിപ്പം ഇടയ്ക്ക് ആസിഫ് അലിയും ടൊവിനോയും വന്നിരുന്നു. ടൊവിനോ ഫ്ലൈറ്റിൽ വന്നിരുന്നു, ആസിഫ് അലി ട്രെയിനിലാണ് വന്നത്. അപ്പം അതിൻ്റെ ഒഫീഷ്യൽ ടീം നമ്മളടുത്ത് ഇന്ന സാധനം ഷൂട്ട് ചെയ്താൽ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അത് ബേസാണ് പോയത്. അപ്പം അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നുണ്ട്. എക്സൈറ്റ്മെൻറ്റ്, ഒരു ആകാംക്ഷ തോന്നുന്നു. അത് ഒന്നുമില്ല. പൃഥ്വിരാജിനെ കാണുമ്പോഴും ലാലേട്ടനെ കാണുമ്പോഴും കിട്ടുന്നൊരു, അവരെ വീഡിയോ എടുക്കുക എന്നുള്ളൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇനി എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത്രയും ഒരുപാട് തിരക്കുണ്ട്, രണ്ട് ജോലികൾക്കിടയിൽ ഒരുപാട് തിരക്കിനിടയിലും ഇത്രയധികം സമയം
നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് തന്ന വളരെയധികം നന്ദി. താങ്ക് യു. പക്ഷേ നമ്മളെ പോലത്തുള്ള ആൾക്കാരെ നിങ്ങളൊരു ഇൻ്റർവ്യൂ എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. കാരണം അതൊരു നമുക്കൊക്കെ ഒരു വീണ്ടും വളർന്നു വരാനൊരു വലിയൊരു, നമ്മളൊക്കെ താഴെ തട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഇനി ഒരുപാട് മേളിൽ വരാനുണ്ട്. അവരെയൊക്കെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെറിയൊരു കാര്യമേ അല്ല. അതിന് എന്തായാലും ഞാൻ തിരിച്ച് താങ്ക് യു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നിങ്ങളുടെ സമയം നമുക്ക് ഒരിക്കലും